നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സീതപ്പഴം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഹെൽത്തി മാത്രമല്ല കേട്ടോ, നല്ല കൊഴുപ്പോട് കൂടിയുള്ള മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ സീതപ്പഴം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സീതപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാത്തത്. അപ്പോൾ ഒട്ടും പ്രയാസമില്ല കേട്ടോ ഇതിൻ്റെ കുരു സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സീതപ്പഴം പൊളിച്ച് അതിൻ്റെ ഞെട്ട് മാറ്റിയിട്ട് കഴമ്പ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഞെട്ട് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 സീതപ്പഴത്തിൻ്റെയും നമ്മൾ കഴമ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ് വലിയ ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഇതിനകത്തേക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെച്ച നല്ല തണുത്ത പാലായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മിക്സി ഉപയോഗിച്ചില്ലെങ്കിലും ഇതുപോലെ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. നല്ല പഴുത്ത സീതപ്പഴമാണെങ്കിൽ വിസ്ക് വെച്ച് ഇതുപോലെ കാണിക്കുമ്പോൾ തന്നെ കുരുവെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. ഇതിപ്പം ചിലതിൻ്റെ ഒന്നും കുരു കഴമ്പിൽ നിന്നും വിട്ട് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം എല്ലാ കുരു എടുത്ത് നമ്മൾ മാറ്റണം കേട്ടോ. ഇനി ആ കുരു കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കഴമ്പ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് കുരു കഴമ്പിൽ നിന്നും വിട്ട് കിട്ടിയിട്ടില്ല. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണേ. 2 രീതിയിലും കുരു സെപ്പറേറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് രണ്ടും ചെയ്ത് നോക്കിയത്. ഇനി അധികം പഴുത്ത സീതപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തിട്ട് അല്പം പാലൊഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തോ വിപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്തതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിക്കുമ്പം കുരു ഒട്ടും അടിയാതെ നോക്കണം. നല്ല കയ്പ്പായിരിക്കും കുരുവിന്. ഇതുപോലെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതാ കുറച്ച് കഴമ്പും കൂടി ഇതിൽ നിന്നെടുത്ത് മാറ്റണേണ്. അത് നമുക്ക് ആ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം കഴമ്പ് ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മിൽക്ക് ഷേക്ക് ഒന്നുകൂടി റിച്ച് ആകാൻ വേണ്ടിയാണ് നമ്മൾ പൾപ്പ് കുറച്ച് മാറ്റി വെച്ചത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള സീതപ്പഴം ഇത് കാരണം ഞാൻ പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നട്ട്സും കുറച്ച് കോൺഫ്ലേക്സും ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അന്നേരം അടിച്ച് വെച്ചാൽ ആ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേന്. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്